വലിയ മാറ്റങ്ങൾ പലപ്പോഴും തുടങ്ങുന്നത് ചെറിയ ചോദ്യങ്ങളിൽ നിന്നാണെന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് എപ്പോഴും ഒരു ശല്യം പോലെ തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ ചില സംശയങ്ങളും ചോദ്യങ്ങളും, അല്ലെ? പലപ്പോഴും അവരുടെ അറിവിനെയും ചോദ്യങ്ങളെയും നമ്മൾ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാറുള്ളത് നീ കുട്ടിയാണ്, നിനക്കൊന്നും അറിയില്ല എന്നൊക്കെയുള്ള നമ്മുടെ ചില മറുപടികൾ കൂടിയാണ്, അല്ലെ? ഇന്ന് ഞങ്ങളൊരു ചോദ്യത്തിന്റെയും ഉത്തരത്തിന്റെയും പുറകെയാണ് കേട്ടോ. ഞങ്ങളുടെ വഴികാട്ടിയായിട്ട് എന്നുള്ളത് റോസുട്ടനാണ്. അവള് പഠിച്ച പുസ്തകത്തിലെ 4000, 5000 ഒക്കെ വർഷം പഴക്കമുള്ള ചരിത്രത്തിലേക്ക് ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തുകയാണ് അവളെന്ന്. ബഹ്റൈനിലെ ആലി ഗ്രാമം. പഴങ്കഥകളും വിശ്വാസങ്ങളും മണ്ണിൽ കുഴിച്ചെടുത്തൊരു ഗ്രാമം. ഡിൽമുൻ സംസ്കാരം ജീവന്റെ ഭൂമി എന്ന് ഓമനപ്പേരിട്ട് വിളിച്ച ഗ്രാമം. ആലി എന്നും അലി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഗ്രാമം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മൺപാത്ര നിർമ്മാണത്തില് പ്രശസ്താണ്. ഡിൽമുൻ സംസ്കാരത്തിന്റെ കാലം മുതല് ഇവിടെ മൺപാത്ര നിർമ്മാണം നടന്നു വരുന്നതായിട്ട് ചരിത്രരേഖകളിൽ പറയുന്നുമുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിലും തലമുറകൾ കൈമാറി ഇവരിന്നും ഈ തൊഴിലിനെ യാതൊരു കോട്ടവും കൂടാതെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും പല കുടുംബങ്ങളില് ചക്രം ഉപയോഗിച്ച് മൺപാത്രം ഉണ്ടാക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ആലി ഗ്രാമം മൺപാത്ര നിർമ്മാണത്തിനോടൊപ്പം തന്നെ പുരാതന ബറിയൽ മൗണ്ട്സിന്റെ കാര്യത്തിലും പ്രശസ്തമായ ഒരു നഗരം തന്നെയാണ്. ബഹറിനോളം പഴക്കമുള്ള ബഹ്റിന്റെ മുത്തശ്ശി കഥകളില് ഈ ബറിയൽ മൗണ്ട്സിന്റെ ഭാഗങ്ങളില് രാത്രി കാലത്ത് ഒരു പ്രകാശം കാണാറുണ്ടെന്നും അത് പഴയ ആത്മാക്കള് അവിടെ കാവൽ നിൽക്കുന്നതൊക്കെയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പേടിക്കണ്ട കേട്ടോ, മുത്തശ്ശി കഥകളല്ലേ, കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാനായി പറഞ്ഞതായിരിക്കാം. പിന്നെയും ഉണ്ട് മിത്തുകളും കഥകളും ഒക്കെ. ഇവിടുത്തെ മണ്ണ് വിശേഷ അനുഗ്രഹമുള്ള ഒരു മണ്ണാണെന്നും ആലിയിലെ പഴയ കുശവന്മാര് മൺപാത്രങ്ങൾ കൊണ്ട് ഭാഗ്യമുള്ള ചില നിർമ്മിതികൾ ഉണ്ടാക്കുമെന്നും ആ നിർമ്മിതികള് ഇവിടുത്തെ വിവാഹങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ വീടുകളിലേക്കുമൊക്കെ ആളുകൾ വാങ്ങുന്ന പതിവുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ മിത്തുകൾക്കോ കഥകൾക്കോ ഒന്നും ചരിത്രരേഖകളൊന്നും തന്നെ ഇല്ലെങ്കിലും ഇവയെല്ലാം വിശ്വാസങ്ങളായി തുടരുന്നു. വിശ്വാസങ്ങളായി തന്നെ തുടരട്ടെ, അല്ലെ? വിശ്വാസങ്ങൾക്കെല്ലാം അപ്പുറം കുട്ടികൾക്കും നമുക്കും ഇവിടേക്കുള്ള യാത്ര ഇവിടുത്തെ കൂജയിലെ വെള്ളം പോലെ മനസ്സിന് തണുപ്പേറിയ ഒരു അനുഭവമാണ് നൽകുന്നത്. നമുക്ക് വെറുതെ മൺപാത്രങ്ങൾ കാണാൻ മാത്രമല്ല സാധിക്കുന്നത്, മൺപാത്രങ്ങൾ ഉണ്ടാക്കാനും അവയ്ക്ക് നിറം നൽകാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാനും നമുക്ക് സാധിക്കും. നമ്മുടെ കുട്ടികള് പുസ്തകങ്ങളിലൂടെ പരിചയപ്പെടുന്ന അറിവുകൾ കാണാനും ആസ്വദിക്കാനും അടുത്തറിയാനും ഒക്കെ സാധിക്കും എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അത്തരം നല്ല അനുഭവങ്ങൾ അവർക്ക് നൽകാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ.